നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. 1 PM ന്യൂസിലേക്ക് വിശദമായി. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻഗാറിന് തിരിച്ചടി. ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. CBIയുടെ അപ്പീലിലാണ് നടപടി. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. അതിജീവിതയും മാതാവും കോടതിയിലെത്തിയിരുന്നു. जिनका नाम मतलब तो नहीं, लेकिन वो अलग अलग तरीके से सुप्रीम कोर्ट में लिस्टिंग हुई थी, CBI ने फाइल किया था, उसके जो हाई कोर्ट में रिलीफ लेता है, ये चीज तो मेंशन नहीं कि ये सेपरेट चीज है. उसके लिए हम जो लीगल प्रोसीजर है वो हम आगे देखेंगे. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, എന്തൊക്കെയാണ് സുപ്രീം കോടതി ഇടക്കാല വിധിയുടെ വിശദാംശങ്ങൾ? ഉന്നാവ് ബലാത്സംഗ കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീം കോടതി ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒരു വിചിത്രമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ കേസ് എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെ ഗൗരവപരമായിട്ടുള്ള സ്വഭാവം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതിയും ഈ ഡൽഹി ഹൈക്കോടതിയുടെ നടപടി, ആ ഉത്തരവിനെ ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതിൽ CBIക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയായിരുന്നു ഹാജരായത്. സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചത് ഈ കേസിൽ അതൊരു ഹീനമായ കുറ്റമാണ് പ്രതി നടത്തിയിരിക്കുന്നത്. വിചാരണ കോടതി എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് വിധി പറഞ്ഞത് എന്നതും സോളിസിറ്റർ ജനറൽ ഇന്ന് കോടതിയെ അറിയിച്ചു. പൊതുസേവകൻ എന്ന പരിധിയിൽ വരുമോ എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഹൈക്കോടതി അത്തരമൊരു ഉത്തരവ് നടത്തിയത്. ചില സാങ്കേതികത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നൊരാവശ്യം കൂടി CBI മുന്നോട്ട് വച്ചു. ആ CBIയുടെ വാദം അത് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഈ ഹൈക്കോടതി ഉത്തരവ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഈ നിലവിൽ പ്രതിഭാഗം ഉന്നയിച്ചത് ഈ IPC പ്രകാരം പൊതുസേവകൻ MLA ഒരു പൊതുസേവകനല്ല എന്ന് ഡൽഹി ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. അത് പരിഗണിക്കണം എന്ന ആവശ്യം പ്രതിഭാഗം മുന്നോട്ട് വച്ചു. പക്ഷേ സുപ്രീം കോടതി പ്രതിഭാഗത്തോട് പറഞ്ഞത് ഇവിടെ ഈ കേസിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്. പ്രതി മറ്റൊരു കേസിൽ കുറ്റക്കാരനാണ്, ജയിലിൽ കഴിയുകയാണ് എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ നിരീക്ഷിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി ഇത്തരത്തിൽ ആ വിചാരണ കോടതിയുടെ ശിക്ഷ മരവിപ്പിച്ചത് സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയായിരുന്നു. അതായത് IPC പ്രകാരം MLA പൊതുസേവകനല്ല, അതുകൊണ്ട് തന്നെ പോക്സോ ആക്ട് പ്രകാരമുള്ള 5C അത് ഈ കേസിൽ നിലനിൽക്കില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി വിചാരണ കോടതിയുടെ ശിക്ഷാവിധി മരവിപ്പിക്കുകയും പ്രതിയായിട്ടുള്ള കുൽദീപ് സിംഗ് സെൻഗറിന് ജാമ്യം നൽകുകയും ചെയ്തത്. എന്നാൽ അദ്ദേഹം മറ്റൊരു കേസിൽ, അതായത് ഈ അതിജീവിതയുടെ പിതാവിന്റെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിൽ ജയിലിൽ കഴിയുകയാണ്. എന്നിരുന്നാലും അതിന് മറ്റേ കേസിൽ അതിജീവിതയെ ബലാത്സംഗ കേസിൽ ജാമ്യം ഡൽഹി ഹൈക്കോടതി നൽകുകയും ചെയ്തു. എന്നാൽ സുപ്രീം കോടതി ഇന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ആ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ഈ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. പ്രതിക്ക് ഇത് കുൽദീപ് സിംഗ് സെൻഗാറിന് ഈ സുപ്രീം കോടതിയുടെ നിലവിലെ സ്റ്റേ മൂലം ജയിലിന് പുറത്തേക്ക് വരാൻ കഴിയുകയുമില്ല. എന്തായാലും ഈ വിഷയത്തിൽ വളരെ രാജ്യം ഒന്നടങ്കം ശ്രദ്ധയാർജിച്ച ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെ പലയിടങ്ങളിലായാണ് അതിജീവിതയും അമ്മയും ഈ ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രതിഷേധം നടത്തിയത്. ഇന്ന് ഈ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോഴും അതിജീവിതയും അമ്മയും സുപ്രീം കോടതിയിലുണ്ട്. എന്തായാലും ഈ സുപ്രീം കോടതിയുടെ നിലവിലെ ഈ ഒരു നടപടി അത് താൽക്കാലിക ആശ്വാസം നൽകുന്നതാണ്. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ MLA ഓഫീസ് വിവാദത്തിൽ കക്ഷി ചേർന്ന കോൺഗ്രസ്. VK പ്രശാന്ത് ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിയണമെന്ന് കോൺഗ്രസ് കൌൺസിലർ KS ശബരിനാഥൻ ആവശ്യപ്പെട്ടു. BJPക്ക് കുടപിടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെന്ന് VK പ്രശാന്ത് MLA കുറ്റപ്പെടുത്തി. വാടക കരാർ പരിശോധിച്ച് നടപടി എന്നായിരുന്നു മേയർ VV രാജേഷിന്റെ പ്രതികരണം. കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന MLA ഓഫീസ് അവകാശ തർക്കത്തിൽ നിയമപരമായി നീങ്ങുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. നഗരഹൃദയത്തിൽ ശാസ്തമംഗലത്ത് 300 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ 832 രൂപയ്ക്കാണ് VK പ്രശാന്തിന് വാടകയ്ക്ക് നൽകിയത്. വാടകയ്ക്ക് നൽകിയ തീരുമാനം റദ്ദാക്കാൻ കൌൺസിലിന് അധികാരമുണ്ടെന്നിരിക്കെ നിയമപരമായ സാധ്യതകൾ പരിശോധിക്കും. തുച്ഛമായ വാടക കരാർ പുതുക്കി നിശ്ചയിച്ചേക്കും. VK പ്രശാന്ത് ഓഫീസ് ഒഴിയണോയെന്ന രേഖകൾ പരിശോധിച്ച ശേഷം പറയാമെന്ന് മേയർ VV രാജേഷ്. ഞാൻ ആ വാടക കരാർ പരിശോധിച്ചതിന് ശേഷം, അതായത് ആ കരാർ കൊണ്ട് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ആ കരാർ, ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ മറുപടി. രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയിൽ ഇരുന്ന് മറുപടി പറയുന്നത് പോലെ രേഖകൾ പരിശോധിക്കാതെ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മറുപടി പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രേഖകൾ പരിശോധിക്കണം, സെക്രട്ടറിയുമായി സംസാരിക്കണം. വിവാദം ചൂടുപിടിക്കുന്നതിനിടെ MLA VK പ്രശാന്തിനെ വിമർശിച്ച മുൻ MLAയും കൗൺസിലറുമായ KS ശബരിനാഥനും രംഗത്തെത്തി. പക്ഷെ എനിക്ക് പറയാനുള്ള, അദ്ദേഹത്തിന് നല്ലൊരു ഓഫീസ് MLA ഹോസ്റ്റൽ അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴിയിൽ 31-32 റൂമിൽ 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് മാറി ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ്. ശ്രീലേഖ മാഡമാണോ വേറെ ആണോ എന്നൊരു വിഷയമല്ല. എന്നാൽ കൗൺസിലർ MLA വിഷയത്തിൽ ഇടപെടാനില്ലെന്ന നിലപാടായിരുന്നു K മുരളീധരന്റേത്. ഞാൻ 8 വർഷം ഉപയോഗിച്ച MLA ക്വാർട്ടേഴ്സിൽ എൻ്റെ മുറിയാണ്. MLA ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു സെൻട്രൽ പോയിന്റാണ്. അതുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഓഫീസിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ. എൻ്റെ അതേ ഇഷ്ടം തന്നെ മറ്റുള്ളവരും ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കൗൺസിലർ R ശ്രീലേഖയുടെ നടപടി അല്പത്തരമെന്ന് മന്ത്രി GR അനിൽ കുറ്റപ്പെടുത്തി. R ശ്രീലേഖയ്ക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തി. അവകാശ തർക്കത്തിൽ കരാർ കാലാവധി കഴിയും വരെ കെട്ടിടം ഒഴിയില്ലെന്ന നിലപാടിലാണ് VK പ്രശാന്ത്. MLAയുടെ ഓഫീസ് ഒരു വ്യാപാര സ്ഥാപനമല്ല, അത് ജനങ്ങൾക്ക് വരാനും ജനപ്രതിനിധികളെ കാണാനുമുള്ള സൗകര്യമാണ്. അപ്പം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് 31 വരെ ഞങ്ങൾക്ക് സമയമുണ്ട്. അതുവരെ നിയമപരമായി അവർ തുടരാനുള്ള കാര്യമുണ്ട്. 24 തിരുവനന്തപുരം. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ ഗുരുതര ആരോപണവുമായി വിമതനായി മത്സരിച്ച് ജയിച്ച KR ഔസേബ്. കോൺഗ്രസ് BJP ഡീലിന് പിന്നിൽ മുൻ DCC സെക്രട്ടറി PM ചന്ദ്രൻ എന്നാണ് ആരോപണം. നേതാക്കൾ വീട്ടിലെത്തി BJP പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചെന്നും വെളിപ്പെടുത്തൽ. KR ഔസേബിന്റെ പിന്തുണ തേടാനെത്തുന്ന കോൺഗ്രസ് നേതാക്കളുടെ വീഡിയോ LDF പുറത്തുവിട്ടു. ഇരുപത്തിമൂന്നാം തീയതി രാത്രി മുൻ DCC ജനറൽ സെക്രട്ടറി PM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, രഞ്ജിത്ത് കൈപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീൺ, സതീശൻ ഇല്ലത്തുപറമ്പിൽ എന്നിവർ വീട്ടിലെത്തി പിന്തുണ തേടിയതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. LDFന് 10ഉം UDFന് 2ഉം വിമതരെന്നിരിക്കെ എങ്ങനെ ഭരണം പിടിക്കുമെന്ന ചോദ്യത്തിന് BJP പിന്തുണയോടെ ഭരണം പിടിക്കുമെന്നാണ് നേതാക്കൾ മറുപടി നൽകിയതെന്ന് KR ഔസേബ് പറയുന്നു. ഇതോടെ സഖ്യത്തിൽ നിന്ന് താൻ പിന്മാറി. 10 വെച്ച് ഈ 8ന്റെ കൂടെ 2ഉം കൂടി ചേരുമ്പോൾ 10ആയി. 10 വെച്ച് നമ്മൾ ഒരു ടോസിലേക്ക് പോകാനാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ല, നമ്മൾ ജയിക്കും. അപ്പൊ അത് ഉറപ്പായിട്ട് ആൾ ജയിക്കും എന്ന് ഊന്നി പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അവർ മുൻപ് ധാരണയിലെത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ലായിരുന്നു ഔസേപ്പ് എന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തുവിട്ടു. അതിനിടയിൽ മറ്റത്തൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച മെമ്പർമാർക്ക് അന്ത്യശാസനവുമായി DCCയും രംഗത്തെത്തി. നടപടിയുണ്ടല്ലോ. അവിടെ നിതീഷിനെയും വൈസ് പ്രസിഡന്റ് സബേറ്റേനെയും പുറത്താക്കി കഴിഞ്ഞു. അവിടെ അതിനെ നേതൃത്വം കൊടുത്തു എന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ട വർഗീസിന് നമ്മൾ ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. ഇന്നാണ് അതിൻ്റെ സമയം തീരുന്നത്. അതിനുള്ളിൽ തൃപ്തികരമായ മറുപടി തന്നില്ലെങ്കിൽ പുറത്താക്കും, അതിലൊരു സംശയവുമില്ല. അതേസമയം പാറളം പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് സംഘം ബിന്ദു വോട്ട് അസാധുവാക്കിയതായി DCC കണ്ടെത്തി. പാറളത്ത് BJP ജയിച്ചതോടെ ബിന്ദുവിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരളത്തിലെ കോൺഗ്രസും BJPയും ഒരേ തൂവൽ പക്ഷികളാണ്. കേരളത്തിൽ നടന്ന 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാവാതെ എങ്ങനെ കോൺഗ്രസിന് അധികാരം കിട്ടും എന്ന കാര്യത്തിൽ മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസും BJPയും തമ്മിൽ നടക്കുന്ന അന്തർധാര. മറ്റത്തൂരിലെ കോൺഗ്രസ് BJP സഖ്യം രാഷ്ട്രീയായുധമാക്കാനാണ് LDF നീക്കം. ഇന്ന് LDF മറ്റത്തൂരിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കും. 24 തൃശൂർ. ഇന്ന് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്ന 6 പഞ്ചായത്തുകളിൽ 4ഇടത്ത് LDFന് പ്രസിഡന്റ് സ്ഥാനം. കോട്ടയം എരുമേലിയിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും പട്ടികവർഗ അംഗം ഇല്ലാത്തതിനാൽ UDFന് പ്രസിഡന്റ് പദവി നേടാനായില്ല. കാസർകോട്ടെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ LDF നറുക്കെടുപ്പിലൂടെയാണ് വിജയിച്ചത്. ഏറ്റവും വലിയ കക്ഷിയായ UDF അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് കോട്ടയം എരുമേലിയിൽ LDF സ്ഥാനാർത്ഥി അമ്പിളി വിജയിച്ചത്. പ്രസിഡന്റ് പട്ടികവർഗ സംവരണമായ എരുമേലിയിൽ UDFന് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ LDFന്റെ ഡോക്ടർ CK സബിത നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി. LDFന് 9ഉം UDFന് 9ഉം വോട്ടുകൾ ലഭിച്ചതോടെയാണ് നറുക്കെടുപ്പ് നടന്നത്. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥി സുമ തെരഞ്ഞെടുക്കപ്പെട്ടു. നെടുമുടിയിൽ LDFിലെ VK വിനോദ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളം വെങ്ങോല പഞ്ചായത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ UDFിലെ ഫാത്തിമ ഷെരീഫ് വിജയിച്ചു. ആലപ്പുഴ വിയ്യപുരം പഞ്ചായത്തിൽ LDFിലെ ഓമന അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. UDF അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നറുക്കെടുപ്പ് പൂർത്തിയായ 6 പഞ്ചായത്തുകളിൽ 4ഇടത്ത് ഇടതുപക്ഷവും 2ഇടത്ത് UDFും അധ്യക്ഷ പദവിയിലെത്തി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം നടക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.
പാലക്കാട് അഗളിയിൽ കൂറുമാറി പ്രസിഡന്റായ കോൺഗ്രസ് അംഗം എൻ മഞ്ജു രാജിവെച്ചു. LDFന്റെ പിന്തുണയോടെയാണ് മഞ്ജു പ്രസിഡന്റായത്. മഞ്ജുവുമായി പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം എന്നാണ് സൂചന. ആരവല്ലി പർവ്വതനിരയുമായി ബന്ധപ്പെട്ട മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ ബെഞ്ചിന്റെ പുതിയ നിർവചനം സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. പുതിയ ഉന്നത അധികാര വിദഗ്ധ സമിതി രൂപീകരിക്കുന്നവരെ സ്റ്റേ തുടരും. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. അച്യുതൻ, ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിവരങ്ങൾ. ഉന്മേഷ്, നിർണായകമായിട്ടുള്ള മറ്റൊരു ഇടപെടലാണെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ആരവല്ലി പർവ്വത നിരയുമായി ബന്ധപ്പെട്ട വിഷയം അത് സുപ്രീം കോടതി സ്വമേധയാ ഒരു കേസ് എടുത്തിരുന്നു. ആ കേസ് പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇത്തരത്തിൽ നേരത്തെ ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചിന്റെ പുതിയ നിർവചനം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് നിലവിൽ അവിടെ ഉടലെടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും ആ പുതിയ നിർവചനത്തിലെ 100 മീറ്ററിന് താഴെയുള്ള ഈ അതിനെ കുന്നുകളായി കാണേണ്ടതില്ല എന്ന ഒരു നിർവചനം അതിലുൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ആ സമിതി അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കണം, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയെ അറിയിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പുതിയ സമിതി രൂപീകരിക്കുന്നത് വരെയാണ് സ്റ്റേ തുടരും എന്ന് കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ പഴയ കമ്മിറ്റിയുടെ ശുപാർശകൾ, അതിനെ തുടർന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ച പുതിയ നിർവചനങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ കക്ഷികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം സോളിസിറ്റർ ജനറൽ, കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചത് നിലവിലെ ഖനന പ്രക്രിയ ഉൾപ്പെടെ നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്, സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ശരി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ. കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ കലിങ്കിൽ വീണ് കാൽനടയാത്രക്കാരൻ മരിച്ചു. പ്രദേശവാസിയായ ഏലത്ത് മൂസിയാണ് മരിച്ചത്. പൊതുമരാമത്തിന്റെ റോഡ് നിർമ്മാണത്തിനിടെ നിർമ്മിച്ച കലിങ്കിലാണ് അപകടമുണ്ടായത്. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. ഇന്നലെ വൈകിട്ട് 6:30 സാധനങ്ങൾ വാങ്ങാനായി വീട്ടിൽ നിന്നിറങ്ങിയതാണ് ഏലത്ത് മൂസ. തിരികെ എത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ രാത്രി 11:30യോടെയാണ് കലുങ്കിൽ വീണ നിലയിൽ കണ്ടത്. നാട്ടുകാർ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. റോഡ് നിർമ്മാണത്തിനിടെ നിർമ്മിച്ച കലുങ്കാണിത്. കാൽനടയാത്രക്കാർക്ക് നടക്കാനുള്ള സൗകര്യം പോലും ഇല്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ജനങ്ങൾക്ക് പോകാനുള്ള തീരെ ഗൗനിച്ചില്ലാത്തുള്ള ഏതെങ്കിലും ഒരാൾക്ക് കടന്നു പോകാനുള്ള ഒരു വഴി വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പോകാൻ പ്രത്യേകം ഇത് വാഹനം കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ട്, അത് ശരി ഉണ്ടാക്കി പോകണം. എന്നിരുന്നാൽ അതിൻ്റെ ഇടയ്ക്കൂടി ജനങ്ങൾ പോകുന്നതിനുള്ള ചെറിയൊരു ഗ്യാപ്പ് വേണ്ട, അതിനുണ്ടായിട്ടില്ല. ആയിരക്കണക്കിന് കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. VHS ഹൈസ്കൂൾ VHS എല്ലാം ഉള്ള സ്ഥലമാണ് ഇവിടെ. ഇത്തരം അപകടം ആവർത്തിക്കാതിരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. പത്തനംതിട്ട റാന്നിയിൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞു കയറി ഒരാൾ മരിച്ചു. കോഴിക്കോട് വടകര എടച്ചേരി തലായിൽ ഥാർ ജീപ്പ് പിടിച്ച് ഹോട്ടൽ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ശബരിമല തീർത്ഥാടകർക്ക് കണമലയിൽ അന്നദാനം നടത്തിവന്ന സംഘമാണ് റാന്നി ഇടിയപ്പാറയിൽ അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടത്തിൽ തെലങ്കാന സ്വദേശി രാജേഷ് ഗൌഡയാണ് മരിച്ചത്. 10 പേർക്ക് പരിക്കേറ്റു. വടകര എടച്ചേരി തലായിൽ ഥാർ ജീപ്പ് പിടിച്ച ഹോട്ടൽ ജീവനക്കാരിയായ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പുറമേരി സ്വദേശി ശാന്തയാണ് മരിച്ചത്. ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ ജീപ്പ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കണ്ണൂർ ഇരിട്ടി പൈഞ്ചേരിയിൽ കാറിടിച്ച് കിളിയന്തറ സ്വദേശി വള്ളാപ്പള്ളി ബെന്നിയാണ് മരിച്ചത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ടൂറിസ്റ്റ് വാൻ ബൈക്കിലിടിച്ചു മറിഞ്ഞു. അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. കോഴിക്കോട് മാവൂർ കൂളിമാട് ജംഗ്ഷനിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. MC റോഡ് കുളനട മാന്തുകയിൽ ലോറിയും കോളേജ് ബസും കൂട്ടിയിടിച്ച് ബസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് MC റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പുരാവസ്തു കടത്ത് ആരോപണത്തിൽ പ്രവാസി വ്യവസായിയുടെ കൂടുതൽ മൊഴിവിവരങ്ങൾ പുറത്ത്. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശമുണ്ടെന്ന് തമിഴ്നാട് സ്വദേശി D മണി പറഞ്ഞു എന്നാണ് മൊഴി. അമൂല്യ വസ്തുക്കൾ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു. വസ്തുക്കൾ കൈമാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് മണി പറഞ്ഞെന്നും പ്രവാസി വ്യവസായി മൊഴി നൽകി. മണിയെ നാളെ SIT ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും.
പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ കൂടുതൽ വ്യക്തത വന്നതോടെ തമിഴ്നാട് സ്വദേശി ഡി മണി നിരത്തിയ മറ്റു വാദങ്ങളും പൊളിയുകയാണ്. പുരാവസ്തുക്കളിൽ താല്പര്യമുള്ളതിനാൽ ഡിണ്ടിഗലിലെ ഡി മണിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അമൂല്യ വസ്തുക്കൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടത്. വിലപേശലിലുള്ള തർക്കം മൂലം അമൂല്യശേഖരം കാണാൻ കഴിഞ്ഞില്ലെന്നും കച്ചവടം നടന്നില്ലെന്നുമാണ് പ്രവാസി വ്യവസായിയുടെ മൊഴി. ഡി മണിയുടെ ഡി ഡയമണ്ട് അല്ലെന്നും ദാവൂദ് മണി എന്നാണെന്നും ലോഹ കച്ചവടക്കാർക്കിടയിൽ മണി അറിയപ്പെടുന്നത് അങ്ങനെയാണെന്നുമാണ് വ്യവസായിയുടെ മൊഴി. മണിയെ നാളെ SIT വിശദമായി ചോദ്യം ചെയ്യും. മറ്റു 3 പേരുടെ വിലാസത്തിലാണ് മണി ഫോൺ നമ്പറുകൾ എടുത്തിട്ടുള്ളത്. ഇവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിലേതടക്കം ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മണി നിയന്ത്രിക്കുന്ന സംഘം രാജ്യാന്തര കള്ളക്കടത്ത് സംഘത്തിന് വിറ്റുവെന്നാണ് പത്തനംതിട്ട സ്വദേശിയായ വ്യവസായിയുടെ മൊഴി. അതേസമയം സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, ചെന്നൈ സ്പാട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT ഉടൻ അപേക്ഷ നൽകും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് വേർതിരിച്ച ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ഗോവർദ്ധന് കൈമാറിയതായി SIT കണ്ടെത്തിയെങ്കിലും ഇത് ഗോവർദ്ധൻ ആർക്ക് കൈമാറിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ചുള്ള AI ഫോട്ടോ പോസ്റ്റ് ചെയ്തെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. യഥാർത്ഥ ഫോട്ടോയാണ് താൻ പോസ്റ്റ് ചെയ്തത് എന്ന മുൻവാദത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് N സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ PRDയോട് വിവരാവകാശ പ്രകാരം ആവശ്യപ്പെടുമെന്നും N സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി. 11 മണിയോടെയാണ് മൊഴി നൽകാൻ N സുബ്രഹ്മണ്യൻ കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോടെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. സ്റ്റേഷന് പുറത്ത് പ്രവർത്തകർ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോയുള്ള പേപ്പറുമായും പോറ്റിയെ കേറ്റിയെ പാട്ടുമായും നിന്നു. താൻ പോസ്റ്റ് ചെയ്തത് യഥാർത്ഥ ഫോട്ടോയെന്നും N സുബ്രഹ്മണ്യൻ. അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെതിരെ നിയമ നടപടി ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇന്നോ നാളെയോ PRDക്ക് മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൻ്റെ മുഴുവൻ വീഡിയോയും എഡിറ്റ് ചെയ്യാതെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കും. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അക്കൗണ്ടിലുള്ള ഫോട്ടോന് എന്താ കേസില്ലാത്തത്? BJP CPM ധാരണയാണോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വേറെ കേസെടുക്കാത്തത്? N സുബ്രഹ്മണ്യന്റെ സഹായിയെയും രാവിലെ പോലീസ് മൊഴിയെടുക്കുന്നതിനായി വിളിച്ചു വരുത്തിയിരുന്നു. സഹായി ബാബുരാജിനെയും സുബ്രഹ്മണ്യനെയും ഒരുമിച്ചിരുത്തിയും മൊഴിയെടുത്തു. കസ്റ്റഡിയിലുള്ള ഫോൺ 2 ദിവസത്തിനകം നൽകാമെന്ന് പോലീസ് അറിയിച്ചതായും N സുബ്രഹ്മണ്യൻ പറഞ്ഞു. 24 കോഴിക്കോട്. സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിൽ വിജിലൻസിന്റെ പരിശോധന. വ്യാജമദ്യ വിൽപ്പന നടത്തുന്നു എന്ന പരാതിയെ തുടർന്നാണ് പരിശോധന. ഓപ്പറേഷൻ ബാർകോഡ് എന്ന പേരിലാണ് ഇപ്പോൾ പരിശോധന. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന്. റിനു, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് രാവിലെ മുതലാണ് സംസ്ഥാനത്തെ വിവിധ ബാറുകളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തുന്നത്. ഓപ്പറേഷൻ ബാർകോഡിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന നടക്കുന്നത്. വിജിലൻസിന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരിശോധന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ബാറുകളിൽ വ്യാജമദ്യം വിൽക്കുന്നു എന്നുള്ള പരാതിയാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ ലഭിക്കുന്ന ഒരു മദ്യം, ആ ബ്രാൻഡിന് ബിവറേജസ് ഔട്ട്ലെറ്റിനേക്കാൾ കുറഞ്ഞ വിലയിലാണ് ബാറിൽ നിന്ന് ലഭിക്കുന്നത് എന്നടക്കമുള്ള പരാതിയാണ്. സാധാരണ ബിവറേജ് ഔട്ട്ലെറ്റിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് ബാറുകളിൽ നിന്ന് മദ്യം ലഭിക്കുന്നത്. പക്ഷേ ഇത് കുറഞ്ഞ വിലയ്ക്കാണ് ഇത്തരത്തിലുള്ള മദ്യം വിൽക്കുന്നത്. ഇത് വ്യാജ മദ്യമാണെന്ന് അടക്കമുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. തുടർന്നാണ് ഇത്തരത്തിലൊരു മിന്നൽ പരിശോധനയ്ക്ക് വിജിലൻസ് തയ്യാറായത്. ഒപ്പം എക്സൈസ് ഓഫീസുകളിലും സർക്കിൾ ഓഫീസുകളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധനയുണ്ട്. ഇത്തരം ബാർ ഹോട്ടലുകൾക്ക് അല്ലെങ്കിൽ ബാറുകൾക്ക് ഇത്തരത്തിലുള്ള വ്യാജമദ്യം വിൽക്കുന്നതിനു വേണ്ടി എക്സൈസ് ഓഫീസുകളിൽ നിന്ന് അവർക്ക് സഹായം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എക്സൈസ് ഓഫീസുകളിലും മിന്നൽ പരിശോധന നടത്തുന്നത്. 2 സ്ഥലങ്ങളിൽ ഒരേ സമയത്തുള്ള പരിശോധന എന്നുള്ളതാണ്. പരിശോധന തുടരുമെന്നുള്ളതാണ് വിജിലൻസ് വിഭാഗം അറിയിക്കുന്നത്. ഉന്മേഷ്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത്. LDF യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ വിശദീകരണവുമായി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. അസൗകര്യമുണ്ടെന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. മറ്റ് കാര്യങ്ങളുമായി അതിനെ കൂട്ടി വായിക്കേണ്ടെന്നും ജോസ് കെ മാണിയുടെ പ്രതികരണം. അങ്ങനെ ഒരു വിമർശനം ഇല്ലല്ലോ. നമ്മൾ പ്രത്യേകിച്ച് പെട്ടെന്ന് വിളിച്ച ഒരു യോഗമായിരുന്നു. അത് മാത്രമല്ല അജണ്ട എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അറിയിച്ച അസൗകര്യം ഉള്ളതുകൊണ്ടാണ് വരാത്തത്. അത് മറ്റു കാര്യങ്ങളുമായിട്ടൊന്നും കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല, കൂട്ടി വായിക്കേണ്ട കാര്യമില്ല. പിന്നെ തീർച്ചയായിട്ടും അത് നമ്മൾ വരാൻ പറ്റുന്നില്ല, തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കുമല്ലോ സാധാരണ രീതിയിൽ. എങ്ങനെ ഇംഗ്ലീഷ് അറിയില്ലെന്ന ട്രോളുകൾക്ക് മറുപടിയുമായി AR റഹീം MP. ഭാഷാപരമായ പരിമിതികൾ തനിക്കുണ്ട്. തന്റെ ഭാഷയിലെ വ്യാകരണം തിരയുന്നവരോട് വെറുപ്പില്ലെന്നും AR റഹീം. കർണാടകയിലെ ബുൾഡോസർ രാജിനെതിരെ ദേശീയ മാധ്യമത്തോട് ഇംഗ്ലീഷിൽ പ്രതികരിക്കുന്ന വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് AR റഹീമിന്റെ പ്രതികരണം.
എനിക്ക് ഭാഷാപരമായി പരിമിതികളുള്ളയാളാണ് ഞാൻ ഭാഷാപരമായി മെച്ചപ്പെടുത്തേണ്ട ആളാണ്, അത് ഞാൻ തിരിച്ചറിയുന്ന ആളാണ്. എൻ്റെ ഭാഷയുടെ പരിമിതി എൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഭാഷാപരമായ പരിമിതിയെ, ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധവുമില്ല. ഞാനത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്കുൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ്. വന്ന കടുത്ത ട്രോളുകളെ പൂർണ്ണമായും ഒരു വിരോധമില്ല. തീർച്ചയായും ഈ കല്ലേറുകൾ എൻ്റെ ഭാഷയെ മെച്ചപ്പെടുത്താൻ എന്നെ കൂടുതൽ വ്യക്തിപരമായി പ്രാപ്തനാക്കും. അത് എന്നെ കൂടുതൽ നവീകരിക്കാനും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനും പ്രാപ്തനാക്കും. അതിന് അവരോടും എനിക്ക് നന്ദിയുണ്ട്. ആന്ധ്രാപ്രദേശിൽ ട്രെയിനിന് തീപിടിച്ച് ഒരാൾ മരിച്ചു. കേരളത്തിലേക്കുള്ള ടാറ്റാ നഗർ എറണാകുളം എക്സ്പ്രസിന്റെ 2 കോച്ചുകളിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചു. പുലർച്ചെ 1 മണിയോടെ ആന്ധ്രാപ്രദേശിലെ അനകാപ്പള്ളി ജില്ലയിലെ യലമഞ്ചിലി റെയിൽവേ സ്റ്റേഷനിലാണ് അപകടം. ജാർഖണ്ഡിലെ ടാറ്റാ നഗറിൽ നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ട്രെയിനിന്റെ 2 കോച്ചുകളിലാണ് തീപിടുത്തമുണ്ടായത്. തീ പടർന്നതിനെ തുടർന്ന് ചങ്ങല വലിച്ച ട്രെയിൻ നിർത്തുകയായിരുന്നുവെന്ന് യാത്രക്കാരനായ അനിൽകുമാർ 24-നോട് പറഞ്ഞു. ആ കോച്ചിന്റെ ഈ വാഷ് ബേസിന്റെ അടുത്ത്, വെള്ളം വരുന്ന വാഷ് ബേസിന്റെ അടുത്ത് തുണി കൂട്ടിയിട്ടിരുന്നു. അതിനകത്താണ് തീ പിടിച്ചത്. പെട്ടെന്ന് ആൾക്കാരെ വിളിച്ചിട്ട് വാഷ് ബേസിനകത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. ഞാൻ എല്ലാരെയും പുറത്താക്കിക്കൊണ്ടിരുന്നു. ട്രെയിൻ ഞങ്ങൾ പിടിച്ചു നിർത്തിയതു, ചെയിൻ വലിച്ചു നിർത്തിയതു. തീ പൂർണ്ണമായും അണച്ച ശേഷം നടത്തിയ പരിശോധനയിലാണ് M1 കോച്ചിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെടുത്തത്. 70 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ശബരിമല തീർത്ഥാടകരും നിരവധി മലയാളികളും ട്രെയിനിൽ ഉണ്ടായിരുന്നു. കുടുങ്ങിപ്പോയ യാത്രക്കാർക്ക് വേണ്ടി റെയിൽവേ ബദൽ യാത്രാ സൗകര്യമൊരുക്കി. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. 24 ഡൽഹി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന് നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പയിൽ തിരിമറി നടത്തി എന്ന കേസിലാണ് ED അന്വേഷണം. നേരത്തെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നുണ്ട്. PV അൻവർ MLA ആയിരുന്ന കാലഘട്ടത്തിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് വായ്പ നേടി തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിലുള്ളത്. ആഭ്യന്തര വിമാന സർവീസുകളുടെ 10% വെട്ടിക്കുറച്ച് ഇൻഡിഗോ. ഈ മാസം ആദ്യമുണ്ടായ വ്യോമയാന പ്രതിസന്ധിക്ക് പിന്നാലെയാണ് നടപടി. കേന്ദ്ര സർക്കാരിന്റെയും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെയും നിർദ്ദേശങ്ങളെ തുടർന്നാണ് സർവീസുകൾ വെട്ടിക്കുറച്ചത്. 94 റൂട്ടുകളിലായി 130 പ്രതിദിന സർവീസുകളാണ് ഇൻഡിഗോ കുറച്ചത്. ഡൽഹി മുംബൈ, ഡൽഹി ബംഗളൂരു, മുംബൈ ബംഗളൂരു സർവീസുകളിൽ കുറവുണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.